വി.ഡി. സതീശൻ സർക്കാർ ചുമതലയേറ്റിട്ട് 2 മാസമോ കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും പല മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫൊന്നും പൂർണ്ണമായും സജ്ജമായിട്ടില്ല എന്നാണ് നമ്മളെല്ലാം അറിയുന്നത്. മാത്രമല്ല ഈ പല ഓഫീസുകളിലും ഇപ്പോഴും ഇരിക്കുന്നത് പഴയ പിണറായി സർക്കാർ നിയോഗിച്ച ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് തുടക്കത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു എന്താണ് ഈ ഇത്തരമൊരു പദവിയിലേക്ക് വരുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്ന ആളല്ല, അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ സ്ഥാനത്ത്. ഈ മന്ത്രിസഭയിൽ ഒരുപാട് പേര് പുതുമുഖങ്ങളാണ് പലരും. ചിലർ നേരത്തെ എം.എൽ.എമാരായിരുന്നു, പരിചയമുള്ളവരുണ്ട്, മറ്റു ചിലർ നേരെ എം.എൽ.എ ആവുന്നു, മന്ത്രിയാവുന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ നമ്മുടെ മന്ത്രിമാരുടെ പരിചയക്കുറവുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്നറിയില്ല. പല കാര്യങ്ങളും വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്ക് എത്തുന്നു. ഇതിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് ഈ സത്യപ്രതിജ്ഞ ചെയ്തതായി അന്നത്തെ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളുടെ അയോഗ്യത സംബന്ധിച്ച് അയാൾ ചടങ്ങ് ഈ അവിടെ കൗൺസിലിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് അവധി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായ ആശയക്കുഴപ്പം. അതിൽ ഇപ്പോൾ തദ്ദേശ അണ്ടർ സെക്രട്ടറിക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ചിത്ര പി അരുണിമ KAS ഉദ്യോഗസ്ഥയാണെന്നാണ്. ഉദ്യോഗസ്ഥ ഇതിൽ വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത്, ഇവർ ചോദിച്ചിരുന്നത് ഇത് പരോളിൽ ഇറങ്ങി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ, അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം മറുപടി കൊടുത്താൽ മതി, അത്രയും മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇതെങ്ങനെ അയോഗ്യത ഒഴിവാക്കാം എന്നാണ് ഇവർ വിശദീകരണം കൊടുത്തത്. അത് അങ്ങനെ ഒരു ജോലിയല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വന്തം പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോൾ അവർക്ക് സസ്പെൻഷൻ നേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ ഇതുപോലെ അണ്ടർ സെക്രട്ടറി ഇതേപോലെ സസ്പെൻഷൻ അല്ല, നിലവിൽ അന്വേഷണം നേരിടുകയാണ്. ഒരു പക്ഷേ കാരണം ഈ അണ്ടർ സെക്രട്ടറി എഴുതി കൊടുത്ത് ഈ തദ്ദേശ ഭരണ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി എഴുതി കൊടുത്ത് അതേപടി വകുപ്പിൽ അണ്ടർ സെക്രട്ടറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിന് മറികടന്നുകൊണ്ടാണ് ഈ ഒരു ഉപദേശം കൊടുത്തതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്ന് നമ്മൾ കണ്ടതാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഇത് വലിയ അന്നോടെ ഈ കോൺഗ്രസ് അംഗങ്ങൾ അവിടെ വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ വേറെ ഈ രാഷ്ട്രീയ എടുത്ത് കാണിച്ചു. ഇത് കണ്ടോ, നിങ്ങൾ സർക്കാർ എഴുതി തന്നിരിക്കുന്ന സാധനം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ KS ശബരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ. ശബരിനാഥ് ഇന്നലെ തദ്ദേശ ഭരണ മന്ത്രിയെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടെന്തോ നിവേദനം നൽകിയിട്ടൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. സ്വന്തം സർക്കാരിൽ നിന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തേറ്റു എന്നുള്ള അതാണ്. അല്ല, അപ്പോൾ അത് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇപ്പോൾ സുഗതനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഭിമാന പ്രശ്നമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു കേരളത്തിൽ ആദ്യമായിട്ടാണ് അവർക്കൊരു കോർപ്പറേഷൻ്റെ, അത് തലസ്ഥാനത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം ലഭിക്കുന്നത്. വലിയ BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ അവരെ ഒരു മുന്നേറ്റത്തിൻ്റെ വലിയൊരു തുടക്കമായി സുരേഷ് ഗോപിയുടെ വിജയം കണക്കാക്കാമെങ്കിൽ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP സംബന്ധിച്ച് അവർക്ക് എന്ത് വില കൊടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. ഏതായാലും അപ്പുറത്തുനിന്ന് ഒരാൾ ഇവിടെ നേരത്തെ UDF വിമതനായി വിജയിച്ച സുധീഷ് ഇപ്പോൾ ഇവർക്ക് ഇതിനനുകൂലമായ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ BJPക്ക് ഇത് 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് അവർക്ക് സുഗതൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്തായാലും BJPയുടെ ആളുകളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിന് വലിയ തോതിലുള്ള നാണക്കേടും തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയൽ മന്ത്രിയുടെ മുന്നിൽ വന്നപ്പോൾ മന്ത്രി അതിൽ കൃത്യമായി വിശദീകരണം, അതായത് നോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മന്ത്രി അതിനുള്ള മറുപടി കൊടുത്തിരുന്നത്. എന്നാൽ ഇത് അണ്ടർ സെക്രട്ടറി ഇതിൽ ചെയ്തത് മന്ത്രിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് അവിടെ അയോഗ്യത ഒഴിവാക്കാന്നുള്ളത് അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു. അപ്പം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് LDFന് മുമ്പിലേക്ക് അവർ ഒരു ആയുധം വിട്ടു കൊടുക്കുന്ന പോലെ ആയിപ്പോയി. ഇപ്പോൾ തന്നെ അവർ നിലവിൽ ഈ കോലീബി എന്ന പഴയ സഖ്യത്തിന്റെ കഥ അവർ ഇപ്പോഴത് ആവർത്തിക്കുന്നുണ്ട്. 91 തിരഞ്ഞെടുപ്പിലാണ് കോലീബി സഖ്യം ഉണ്ടായത്. അന്ന് വടകരയിലും അതുപോലെ ബേപ്പൂരിലും ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. അത് കോലീബി സഖ്യം എന്നാണ് അതിനെ വിളിച്ചത്. കോൺഗ്രസ്, ലീഗ്, BJP. ഡോക്ടർ മാധവൻകുട്ടി പോലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. അല്ല, വടകരയിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ വിട്ടുപോയി. ഈ എല്ലാവർക്കും സ്വീകാരനായ ആളെയാണ് അവിടെ നടത്തിയത്. 3 കൂട്ടർക്ക് സ്വീകാരനായ. അവർ ജയിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും ഈ കോലീബി സഖ്യം എന്ന് അന്ന് പേരിട്ട ഒരു എന്താണ് ഒരു പരസ്യമായ സഖ്യം അല്ലെങ്കിൽ പോലും അത് രഹസ്യമായ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പം CPM ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അവർ 2 രീതിയിൽ അതിനെ കാണുന്നുണ്ട്. ഒന്ന്, ഈ ഇവിടെ ഈ കോർപ്പറേഷനിൽ വിമതന്റെ പിന്തുണ കൂടി കിട്ടിയപ്പോഴത്തേക്കും അവർ ഇവർ LDF ഉയർത്തി കാണുന്നത് ഇത് പരസ്യമായി തന്നെ UDFന്റെ പിന്തുണ ഇവിടെ കിട്ടിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ് അത്. മറ്റൊന്ന്, ഇതേ ആഭ്യന്തര വകുപ്പിൽ നിന്ന്, അതായത് സർക്കാരിൽ നിന്ന് കിട്ടിയ പിന്തുണ, ഈ 2 പോയിന്റുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവർ LDFന്റെ വാദം അവർ ഉയർത്തുന്നത്. എന്നാൽ UDFനെ സംബന്ധിച്ച് ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ്.
പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ അണ്ടർ സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് എഴുതി കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലെ വേറെ അവരുടെ മേൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരും ഇത് കണ്ടില്ലേ എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. കാര്യം അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് നമ്മൾ കണ്ടാണല്ലോ. അദ്ദേഹം ആ അത്ഭുതത്തോട് ചോദിക്കുന്നത് എന്താ സംഭവിച്ചെന്നുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ആരോപണം, അദ്ദേഹം പൊതുവെ ഈ ബിജെപിയോട് സോഫ്റ്റ് കോർണർ പുലർത്തുന്ന ഒരു നേതാവാണെന്നുള്ള പണ്ട് തൊട്ടേ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പം ഇത്രയും ഒരു സംഭവം കൂടി വന്നപ്പോൾ ആ ആരോപണത്തിന് കുറച്ചും കൂടി ശക്തി പകരുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വകുപ്പുകളുടെ പുനഃസംഘടന ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നമ്മൾക്കറിയാം DFSമാരെ കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാവരും പൂർത്തിയാക്കിയത്. സെക്രട്ടേറിയറ്റിലും അതുപോലെ പുനഃസംഘടിപ്പിക്കേണ്ട ഒരുപാട് വകുപ്പുകളുണ്ട്. എല്ലാ വകുപ്പിലും പുനഃസംഘടിപ്പിക്കും. നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ ജനാധിപത്യ സർക്കാരുകളും അധികാരത്തിലെത്തുമ്പോൾ അവർ ചില പുനഃസംഘടനകൾ നടത്തും. അതെപ്പോഴും അങ്ങനെയാണ്. അതായത് അവർക്കൂടെ ഹിതകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എത്തിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അതിവിശ്വസ്തരായിരുന്ന ആളെ മാറ്റി കൃത്യമായിട്ട് അവരാളുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. അല്ല, ഇവിടെ നമ്മൾ പറയേണ്ട, ഇവിടെ അതിവിശ്വസ്തരെന്നതല്ല പ്രശ്നം. ഇവിടെ അതായത് മന്ത്രി, ഈ ഉദ്യോഗസ്ഥയ്ക്ക് മുകളിലാണ് മന്ത്രി ഓൾറെഡി അവിടെ ഒരു നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞു. നോ പറഞ്ഞു. അപ്പൊ ഇവിടെ മന്ത്രിക്ക് മുകളിൽ നിന്നാണ് ആ ഉദ്യോഗസ്ഥ അതിനുള്ള നിർദ്ദേശം കൊടുത്തത്. അത് ഈ പറയുന്ന സംഭവിച്ചു എന്നുള്ള അന്വേഷിക്കാനാണ്. കാരണം മന്ത്രി പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ എഴുതി വെക്കണമെങ്കിൽ എന്താണ് ഇവരുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അതിലിപ്പം നടപടി എടുത്തതിൽ പ്രത്യക്ഷത്തിൽ ഒരു തെറ്റും പറയാനില്ല. നടപടി എടുത്തൊരു തെറ്റൊന്നും പറയാനില്ല. കാരണം സർക്കാരിനെ വെട്ടിലാക്കി. സർക്കാരിനെ ഒരിക്കലും സർക്കാരിനെ വെട്ടിലാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ മുമ്പ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ മന്ത്രിമാരറിയാതെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനം എടുക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് മന്ത്രിമാർ നിയമസഭയിൽ നമ്മൾ പെട്ടുപോയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഉദാഹരണത്തിന് കെ കരുണാകരൻ്റെ കാര്യം, രാജൻ കേസിൽ കെ കരുണാകരൻ കോടതിയിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തതാണ്. അത് കോടതിയിൽ പറഞ്ഞതൊന്നും നിയമസഭ പറഞ്ഞത് വേറൊന്നുമായിപ്പോയി. ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നതാണല്ലോ അവിടെ മന്ത്രിമാർ ചോദ്യോത്തരവേളയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. കരുണാകരൻ വിട്ടുപോയില്ല. കരുണാകരൻ കെ കരുണാകരനെ പോലെ ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചിരുന്ന ഒരു ഭരണാധികാരി വളരെ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാത്തിനും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പിഴവ് പറ്റി. ഇപ്പോൾ ജയറാം പടിക്കലിനോട് രാജനെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അയാൾ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലെന്നാണ് പറഞ്ഞത്. അയാൾ ഓടിപ്പോയത്. അങ്ങനെ എന്തൊക്കെയോ കൃത്യമായ മറുപടി ജയറാം പടിക്കൽ കൊടുത്തിട്ടില്ലായിരുന്നു. കരുണാകരനെ വഴിയേറ്റ് രാജൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഈ ജയറാം പടിക്കൽ കരുണാകരനെ ധരിപ്പിച്ചിരുന്നത്. കെ കരുണാകരനെ വിശ്വസിച്ചിരുന്നത്. കാരണം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിൽ എല്ലായിടത്തും കയറി ഇറങ്ങി ഇവിടെ ആളുണ്ടോ നോക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അവരെപ്പോഴും ചെയ്യാറുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം ചോദിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിനും വിശദീകരണം കൊടുക്കുന്നു, അവരെ നിയമസഭയിൽ പറയുന്നു, അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് പറയുന്നു. പക്ഷേ ഇവിടെ ഹൈക്കോടതിയിലും നിയമസഭയിലും രണ്ട് തരത്തിലുള്ള ഉത്തരം കൊടുക്കേണ്ടെന്ന് കരുണാകരൻ. അത് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചതിയായിരുന്നു എന്ന് പലരും സംശയിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആകാം, ചിലപ്പോൾ അബദ്ധം കൊണ്ട് സംഭവിച്ചതാകാം. പക്ഷേ എങ്കിൽ പോലും ഈ എല്ലാ സർക്കാരിനും മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതെ, ആ ഉദ്യോഗസ്ഥർ ഒരിക്കലും പക്ഷേ മന്ത്രിമാർക്ക് മുകളിൽ അല്ലെ ഭരണ സംവിധാനത്തിന് മുകളിൽ വളരാൻ പാടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, അതെപ്പോഴും അങ്ങനെ ആയിരിക്കണം. ജനാധിപത്യത്തിൽ ഈ ജനങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിന് അന്തരിച്ച N ശ്രീകണ്ഠൻ നായർ MP ഒക്കെ ആയിരുന്നു, RSP, ഒരു പ്രമുഖനായ പാർലമെൻറ്റേറിയനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നൊരിക്കൽ ഈ ജനപ്രതി ഹീസ് ദ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. മറ്റേ ഉദ്യോഗസ്ഥനോ പെയ്ഡ് സെർവൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ശക്കര ശമ്പളം കൊടുക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരാളാണ് ഈ ഉദ്യോഗസ്ഥൻ. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ചില ഘട്ടങ്ങളിലൊക്കെ എങ്കിലും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഈ മന്ത്രിമാരെ വരുന്ന ആളുകളുടെ അവരുടെ ഇക്കാര്യത്തിലുള്ള പ്രായോഗിക പരിചയക്കുറവോ മറ്റോ കൊണ്ട് ഇവർ കയറി അവരെ തലയ്ക്ക് ഇരിക്കുന്നൊരു പരിപാടിയുണ്ട്. ഒരുപാട് മന്ത്രിമാർക്കൊക്കെ പണ്ട് ഇതിൽ അക്കടി പറ്റിയിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പെൻഡ് ചെയ്യുക, അവർ ചെയ്യുന്നതൊക്കെ തന്നെ. പക്ഷേ ഇവിടെ ഇപ്പോഴും എനിക്കിത് മനസ്സിലായി, ഇതിലെന്തോ ദുരൂഹത ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം മന്ത്രി തന്നെ അത് നോ പറഞ്ഞിട്ട് അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥ ഇതെങ്ങനെ ഇതിന് അയോഗ്യത ഒഴിവാക്കാന്നുള്ളതിൻ്റെ മാർഗ്ഗനിർദ്ദേശം കൂടി ഇവിടെ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് കൊടുത്തത് അതേപോലെ ആഭ്യന്തര വകുപ്പിൽ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ശരിക്കും ഈ കോർപ്പറേഷൻ കൗൺസിലിൽ UDF അംഗങ്ങൾ സ്തംഭിച്ചു പോയി. ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. രാജേഷ് എന്തായാലും BJPയുടെ നീക്കം വളരെ കൃത്യമായിരുന്നു. മാത്രമല്ല BJPക്ക് കുറച്ചു കാലം കൂടി അവർ സേഫ് ആണ് എന്നുള്ളത് ഒരു ആത്മവിശ്വാസം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ ഒരു സംഭവം. അതെ. അപ്പോൾ എന്താണെങ്കിലും ഈ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെയോ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ മന്ത്രിമാരുടെ പ്രശ്നസ്ഥാപനെ പോലെ നേരെ ചൊവ്വ അതിൻ്റെ പൂർണ്ണതയിൽ നിയമിക്കാത്ത ഒരവസ്ഥ അവിടെയുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിന്യസിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും കൃത്യതയില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആത്യന്തികമായി ഇതിലേക്ക് നയിച്ചത്. ഏതായാലും സുഗതൻ ഇപ്പോഴും അദ്ദേഹം ജാമ്യം ലഭിക്കാനുള്ള, എനിക്ക് തോന്നുന്ന കാപ്പ കേസിൽ പ്രതിയായതുകൊണ്ട് 6 മാസത്തേക്ക് ജാമ്യം കിട്ടുമെന്ന് സംശയമാണ്. എങ്കിലും അദ്ദേഹം ജാമ്യം നേടി പുറത്തു വരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അതുപോലെ BJP അദ്ദേഹത്തിനോട് നിയമയുദ്ധം നടത്തുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ സുഗതൻ അയോഗ്യനായാൽ പോലും BJPക്ക് തൽക്കാലം പിടിച്ചിരിക്കാനുള്ള അവസ്ഥ. UDF സ്വതന്ത്രൻ, UDF വിമതൻ ഇപ്പുറത്തോട്ട് ഇവർക്ക് ഭൂരിപക്ഷം, ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അത് ആ ഒരു കടമ്പ അവർ കടന്നു കിട്ടിയെന്ന് വേണം കരുതാം. പക്ഷേ എങ്കിലും
ഇത് ഒരു പ്രതിസന്ധിയെ തന്നെ തുടരും. ഇത് സർക്കാരിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. പക്ഷേ ഇതിനുള്ള കർശന നടപടി ഏതായാലും ഇനി ആഭ്യന്തര വകുപ്പിലും ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്.